ആവേശ പോരാട്ടത്തിനൊടുവിൽ മുന്നണികളെല്ലാം കണക്കുകൂട്ടലുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ത്രികോണ പോരാട്ടം നടന്ന വട്ടിയൂർക്കാവിലെ LDFിൻ്റെ സിറ്റിംഗ് MLA കൂടിയായ VK പ്രശാന്ത് എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് അവസാനവട്ട പ്രതീക്ഷ? ഇന്നലത്തോടുകൂടി കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. 209 ബൂത്തുകളാണ് വട്ടിയൂർക്കാവിലുള്ളത്. അപ്പോൾ അവിടെ ഏതാണ്ട് 190 സ്ഥലങ്ങളിൽ ഞാൻ നേരിട്ട് ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ രാവിലെ നല്ല കനത്ത പോളിങ്ങും ഉച്ചയ്ക്ക് വെയിലിൻ്റെ കാഠിന്യം കാരണമായിരിക്കണം, പിന്നെ ഒരു 3 മണിക്ക് ശേഷമാണ് കുറച്ച് പോളിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് വലിയ വർത്തമാനം വരുന്നുണ്ട്. പക്ഷേ അതിൽ കാര്യമില്ല. കാരണം കഴിഞ്ഞ വർഷം 1,37,000 പേര് വോട്ട് ചെയ്തു. ഇത്തവണ 1,27,000 പേര് വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ SIRൻ്റെ ഭാഗമായിട്ടുള്ള പോളിംഗ് ശതമാന വർധനവ് മാത്രമാണ് വട്ടിയൂർക്കാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പോളിംഗ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഗുണകരമായി മാറും എന്നുള്ളതാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ തവണ 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾ നേടിയിരുന്നു. അപ്പോൾ പാർട്ടിയുടെ കണക്കൂട്ടലനുസരിച്ച് ഏതാണ്ട് 10,000-ഓളം വോട്ടിൻ്റെ ജയിക്കും. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിലും സിറ്റിംഗ് MLA എന്ന നിലയിലും ആദ്യം പറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട നിലയിലായിരിക്കും എത്തുക എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിന് ബേസിക്കായിട്ട് ചില കാരണങ്ങൾ കൂടി ഉണ്ട്. ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്നൊരു തണുത്ത പ്രതികരണമാണ് അവരുടെ സ്ഥാനാർത്ഥിയോടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വോട്ടും LDFിൻ്റെ സ്ഥാനത്തേക്ക് വരും. കോൺഗ്രസ് മണ്ഡലം വിട്ടുപോയ ആൾ വന്നു എന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് ഗുണകരമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിക്കും. ത്രികോണ പോരാട്ടം നടന്നിട്ടില്ലെന്നാണോ? ത്രികോണ പോരാട്ടം അതിൻ്റെ ഒരു തലത്തിലേക്കൊന്നും പോയിട്ടില്ല. പോരാട്ടം UDF LDF തമ്മിലായിരുന്നു. അതെ, അവസാന റൗണ്ടിൽ UDFും LDFും തമ്മിലായിരുന്നു പോരാട്ടം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മേൽക്കൈ ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കാണുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായി ജയം ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ഇതിൻ്റെ പുറകെ ആയിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവധിക്കാലം കൂടെ ആയതുകൊണ്ട് ചെറിയൊരു കറക്കം പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ നിലയിൽ ഒരു വിശ്രമം, മെൻ്റൽ റിലീഫും ഉണ്ട്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് നിൽക്കില്ല. ഇന്ന് പോയി ഞാൻ രാവിലെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ചിലയിടത്തു നിന്നൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ രാവിലെ ഇപ്പോൾ പോവുകയാണ്. അപ്പം ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് അങ്ങനെ ഒരു പൂർണ്ണമായും വിട്ടു നിൽക്കാൻ പറ്റില്ല. എങ്കിലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം കൂടെ ചെലവഴിക്കാൻ വേണ്ടി കൂടി സമയം വിനിയോഗിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.